ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നോ വീക്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം ഞാൻ ഓരോ ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. പക്ഷെ പകുതിക്ക് ഇന്ന് എന്തെങ്കിലും ആയിട്ട് സ്റ്റോപ്പ് ആവും. അങ്ങനെയുള്ള അവസ്ഥ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാ ക്ലിപ്പിങ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ലീവ് എടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഓരോ നോട്ട്സ് ആയിട്ട് എഴുതി തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എക്കണോമിക്സിൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അക്കൗണ്ടൻസി അല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി പോയി. അതൊരു 5 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് എഴുതി തീർക്കാമെന്ന് വെച്ചിട്ട് അത് വേഗം എഴുതി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചധികം നേരം തന്നെ ബ്രേക്കൊക്കെ എടുത്തു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി തീർത്തിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ദിവസം പോയിട്ടുണ്ടായത്. പിന്നെ വേറെ എപ്പോഴും ഏതോ ഒരു ദിവസം ഞാൻ എക്കണോമിക്സ് കുറച്ച് പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത ക്ലിപ്പിംഗ് ആണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അന്ന് കുറച്ച് ഞാൻ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു മെയിനായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്രാവശ്യം വായിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എക്കണോമിക്സ് സ്റ്റഡി ബ്ലോഗ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതും നടന്നില്ല, പകുതി വെച്ച് അവിടെ നിർത്തേണ്ടി വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രഷ് സ്റ്റാർട്ട് ഡയറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് മുടങ്ങി കിടക്കുവാണ്. അപ്പോൾ നമുക്കത് ബാക്ക് ടു ഫോം കൊണ്ടുവരണം. അപ്പോൾ അന്ന് ഞാൻ 5:45 ആയപ്പോൾ മെല്ലെ എണീച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രഷ് എയർ ഒക്കെ ഒന്ന് ബ്രീത്ത് ചെയ്ത് ഒരു സ്ലോ ആൻഡ് പീസ്ഫുൾ ആയിട്ട് കാമായിട്ടുള്ള മോർണിംഗ് ആയിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ രാവിലെ കുറച്ച് ബുക്കായിട്ട് എന്തെങ്കിലും വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 2 പേജ് ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല അപ്പവും നല്ല ചന മസാലയായിരുന്നു. അപ്പോൾ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്കൈയൊക്കെ വീക്ഷിച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബിസിനസ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബിസിനസ്സിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലൈവ് കണ്ടിട്ട് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു. അങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി സെൽഫ് സ്റ്റഡി ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാം ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തോ, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോ, എന്തൊക്കെയായി, പബ്ലിക് അല്ല മോഡൽ എക്സാമിനല്ലേ സെറ്റ് ആയോ എന്നുള്ളതൊക്കെ പറയാം. അപ്പം അങ്ങനെ ബിസിനസ്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഇടയ്ക്കിടെ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട്. ഫുൾ അറ്റ് സ്ട്രെച്ചിലൊന്നും കണ്ടു തീർക്കുന്നതല്ല. ഇടയ്ക്കിടെ കുറച്ച് നേരം വെള്ളം കുടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെന്താ ഇടയ്ക്കിടെ ഫോൺ നോക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായത്. പിന്നെ തുടക്കമായതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. നമ്മൾ ആ ഒരു ഡിസിപ്ലിനും കൺസിസ്റ്റൻസി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിനും. അപ്പോൾ അങ്ങനെ ബിസിനസ്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത വേറൊരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നെക്സ്റ്റ് അടുത്തൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ദിവസം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീച്ചിട്ടുണ്ടായത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം റുട്ടീൻ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ ജേർണലും കാര്യങ്ങളൊക്കെ എഴുതി. അതുപോലെ തന്നെ ഒരു ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, ഇന്നത്തെ ദിവസത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ലൈവ് കാണണം, ചാപ്റ്റർ 1 സെറ്റാക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ചാപ്റ്റർ 1 പകുതി വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ അത് കുറച്ച് കണ്ടു. സോ എപ്പോഴും പ്രോഗ്രസ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്ക് നമ്മുടെ ഫെയിലിയേഴ്സും നമ്മുടെ ബാഡ് ഡേയ്സും കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എന്താ മനുഷ്യന്മാരില്ലേ, അപ്പോൾ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ബാഡ് ഡേയ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഗുഡ് ഡേയ്സും ഉണ്ടാവും. എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസും കറേജൊക്കെ വിടാതെ നമ്മൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് നല്ലപോലെ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ കുറച്ച് പകുതി വരെ കണ്ടു. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ആ ഒരു ദിവസം പോയിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ബൈ ബൈ.